الحمد لله الكريم الشكور شارح الصدور ومدبر الأمور، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدًا عبده ورسوله، فاللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد، فأوصيكم عباد الله ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. ومن يتق الله يجعل له من أمره يسرا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ കഠിനാധ്വാനം ചെയ്യണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിൻ്റെയും അതിൻ്റെ പൂർത്തീകരണം എന്ന നിലയ്ക്ക് ഈദ് നമസ്കാരവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ആഘോഷ രീതികളും പൂർത്തിയാക്കിയതിൻ്റെ ശേഷം നമ്മൾ വീണ്ടും ഒരുമിച്ചിരിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനിനെ സംബന്ധിച്ചുള്ള പഠനങ്ങളും ചിന്തകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിശുദ്ധ ഖുർആനിനെ അവതീർണമാക്കി തന്ന ഒരു മാസത്തിൻ്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സുകളിൽ നിന്ന് ഒരിക്കലും നഷ്ടമാകാതെ വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ അധ്യായങ്ങളും വിശ്വാസികൾ അവരുടെ കഴിവിൻ്റെ പരമാവധി തുടർ ദിനങ്ങളിലും ദിവസങ്ങളിലും മാസങ്ങളിലുമൊക്കെ നിരന്തരമായ വായനക്കും പഠനത്തിനും അന്വേഷണത്തിനും വിധേയമാക്കേണ്ടതാണ് എന്ന ഒരു വലിയ സന്ദേശം നൽകിക്കൊണ്ട് നമുക്ക് ഇന്ന് മനസ്സിലാക്കുവാനുള്ളത്, നമ്മിൽ ഏതാണ്ട് എല്ലാ ആളുകൾക്കും മനഃപ്പാഠമുള്ള ഒരു അധ്യായമാണ് സൂറത്തു ശറഹ്. അലം നശ്റഹ് ലക സദ്റക വവദഅന അൻക വിസ്റക അല്ലദീ അൻഖദ ളഹ്റക എന്നിങ്ങനെ ആരംഭിച്ചുകൊണ്ടുള്ള മഹത്തായ ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകം അല്ലാഹു എടുത്തു പറഞ്ഞിട്ടുള്ള ആ ഒരു അധ്യായം. 3 പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു നൽകിയത് എടുത്തു പറഞ്ഞിരിക്കുകയാണ് ആദ്യ ഭാഗങ്ങളിലൂടെ. തുടർന്നുകൊണ്ട് വിശ്വാസികൾക്ക് എല്ലാവർക്കും ഏറ്റവും വലിയ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന വല്ലാത്തൊരു ഓഫർ നൽകുന്ന കാര്യമാണ് തുടർന്നുകൊണ്ട് പറഞ്ഞത്. അതിൻ്റെ ശേഷം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ഏതൊരു പ്രവൃത്തിയിലും നിരാശയില്ലാതെ ഏറ്റവും പ്രതീക്ഷയോടുകൂടി ഒരു കാര്യത്തിൽ നിന്ന് അവസാനിച്ചാൽ എല്ലാം തീർന്നു എന്ന് നനയ്ക്കാതെ മറ്റൊരു കാര്യത്തിലേക്ക് ശ്രദ്ധാലുക്കളാവേണ്ടവരാണ് എന്ന സന്ദേശം നൽകുന്ന കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അവക്കെല്ലാം പ്രതീക്ഷ അർപ്പിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ് എന്ന തൗഹീദിന്റെ പ്രഖ്യാപനവും നിർവഹിച്ചുകൊണ്ടുള്ള ഒരധ്യായമാണ് സൂറത്തു ശറഹ്. അലം നശ്റഹ് ലക സദ്റക. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അതിലെ ആ ഭാഗം പറയുന്നത്. അലം നശ്റഹ്, നാം വിശാലത നൽകിയില്ലയോ, ലക താങ്കൾക്ക്, സദ്റക താങ്കളുടെ ഹൃദയത്തിന് നാം വിശാലത നൽകിയില്ലയോ. മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിരുന്നു അത് ഹൃദയവിശാലത എന്ന് പറയുന്നത് മനുഷ്യർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു നിഅമത്താണ്. ആ നിഅമത്തുണ്ടെങ്കിലേ ജീവിതത്തിലെ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ഏത് ഘട്ടങ്ങളിലും മനുഷ്യന് ക്ഷമിക്കാനാവുകയുള്ളൂ, സഹിക്കാനാവുകയുള്ളൂ, മറ്റുള്ളവരോട് ദയ കാണിക്കാനാവുകയുള്ളൂ, മറ്റുള്ളവരുടെ മുമ്പിൽ വിനയം കാണിക്കുവാൻ സാധിക്കുകയുള്ളൂ, ദൃഢമായ ഒരു മനസ്സിൻ്റെ ഉടമയായി ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതേപോലെയുള്ള 100 കൂട്ടം കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടാകണമെങ്കിൽ അയാളുടെ മനസ്സ് വിശാലമായിരിക്കണം. മനസ്സ് വിശാലമാകാത്തിടത്തോളം ആ മനസ്സ് സങ്കുചിതമായിരിക്കും. അത് വളരെ ഇടുങ്ങിയ മനസ്സായിരിക്കും. അവർക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മതി അവർ പതറിപ്പോകുവാൻ. അതുകൊണ്ട് തന്നെ ലോകം കണ്ട ഏറ്റവും വലിയ നേതാവിനോടാണ്
അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്, ഈ അനുഗ്രഹം നാം അങ്ങേക്ക് നൽകിയിട്ടില്ലയോ? ഹൃദയവിശാലത, അവിടുത്തെ ഹൃദയവിശാലത ഏറ്റവും വലിയ ദ്രോഹിച്ച ശത്രുക്കളോട് പോലും അതേപോലെയുള്ള ഒരുപാട് സന്ദർഭങ്ങളിൽ അവിടുന്ന് കാണിച്ചിട്ടുള്ള ഹൃദയവിശാലതകൾ ചരിത്രത്തിൽ വ്യക്തമായി തന്നെ രേഖപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു മനുഷ്യന് കിട്ടേണ്ടുന്ന വലിയ ഒരു കാര്യം ഇതാണെന്ന് അറിയിക്കുന്ന വിധത്തിൽ തന്നെയാണ് മഹാനായ മൂസ നബി അലൈഹിസ്സലാമിൻ്റെ ഒരു ദുആയുണ്ട്, ഖുർആൻ സൂറത്തു ത്വാഹയിൽ പറയുന്നുണ്ട്. എപ്പോഴാണ് അത് പ്രാർത്ഥിക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ലോകം കണ്ട കഠിനധികാരിയായ ഫറോവയുടെ സമീപത്തേക്ക് അള്ളാഹുവിൻ്റെ സന്ദേശം എത്തിക്കുവാൻ വേണ്ടി റബ്ബ് പറഞ്ഞേക്കുന്ന വേളയിലാണ്, ഫിറൗനിന്റെ മുമ്പിൽ പോയിട്ടാണ് സത്യം പറയേണ്ടത്. ആ ഘട്ടത്തിലാണ് ഒരു പ്രബോധകന്, ആ പ്രവാചകന് ഏറ്റവും അനിവാര്യമായി തോന്നിയത് ആദ്യം തന്നെ എന്ത് ചോദിക്കാനാണ്? ഖാല മൂസ അലൈഹിസ്സലാം റബ്ബിനോട് ദുആ ചെയ്തു, റബ്ബി ശ്റഹ് ലീ സദ്രി, എൻ്റെ റബ്ബേ, എൻ്റെ ഹൃദയത്തിന് നീ വിശാലത നൽകണമേ എന്ന്. എൻ്റെ നെഞ്ചകം കുടുസായി പോകുന്ന ഒരവസ്ഥയില്ലാതെ എൻ്റെ ഹൃദയത്തിന് വിശാലത നൽകണേ. നോക്കൂ നിങ്ങൾ, ഹൃദയ വിശാലത കിട്ടലാണ് ഏറ്റവും വലിയ നിഅമത്ത്. അതില്ലാത്തതാണ് ഇന്ന് നമ്മുടെ പല പ്രശ്നങ്ങൾക്കും കാരണവും. അതുകൊണ്ട് ഹൃദയവിശാലത തരാൻ റബ്ബിനോട് നമ്മൾ തേടേണ്ടതുണ്ട്. അത് നൽകാൻ അവനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള സൂചനയും ഇതിലുണ്ട്. കാരണം അല്ലാഹു മുസ്തഫയോട് ചോദിക്കുന്നത്, നാം നിന്റെ ഹൃദയത്തിന് വിശാലത നൽകിയില്ലയോ എന്നാണ്. അത് അല്ലാഹു നൽകാതെ മറ്റൊരാൾക്ക് നൽകാനാവില്ല. രണ്ടാമത്തെ ചോദ്യം അതുപോലെ തന്നെ, താങ്കളുടെ മുതുകിന് ഒരു ഭാരമായി ചെരുക്കിക്കൊണ്ടിരുന്ന പ്രയാസങ്ങളുടെ ഭാരങ്ങളിൽ നിന്ന് താങ്കൾക്ക് നാം മോചനം നൽകി. ആ ഭാരങ്ങളെയൊക്കെ താങ്കളിൽ നിന്ന് നാം ഇറക്കി വെച്ച് അനുഗ്രഹിച്ചു തന്നില്ലയോ? മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബുവത്ത് ഏറ്റെടുത്തത് മുതൽ പ്രവാചകനായി തീരുമാനിക്കപ്പെട്ട് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ തൗഫീഖോടുകൂടി അവിടുന്ന് തൻ്റെ 40-ാമത്തെ വയസ്സിൽ ഈ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലം തൊട്ട് ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയത്. അവിടെയൊക്കെ ഒരുപാട് ഭാരങ്ങളുണ്ടായിരുന്നു, പ്രതിസന്ധികളുണ്ടായിരുന്നു, പ്രയാസങ്ങളുണ്ടായിരുന്നു. അതൊക്കെ തരണം ചെയ്യാൻ തക്ക രൂപത്തിൽ അള്ളാഹു ആ ഭാരങ്ങളൊക്കെ പതുക്കെ ഇറക്കി വെച്ചു കൊടുക്കുന്ന ആ ഒരു നിഅമത്താണ് ചെയ്തത്. റബ്ബിന് മാത്രമേ മനസ്സിൻ്റെ ഭാരങ്ങളാവട്ടെ, ജീവിതത്തിൻ്റെ പ്രയാസങ്ങളാവട്ടെ, എന്തുമാകട്ടെ, ഭാരങ്ങളിൽ നിന്ന് മോചനം നൽകിക്കൊണ്ട് ആശ്വാസം നൽകുവാൻ അള്ളാഹുവിനെ കഴിയുകയുള്ളൂ. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, നാം ഇറക്കി വെച്ച് തന്നില്ലേ എന്ന്. ലോകത്തൊരാളെ കൊണ്ടും അതിനും സാധ്യമല്ല. മൂന്നാമത്തെ നിഅമത്തെടുത്ത് പറഞ്ഞത് എന്താണ്? വറഫഅനാ ലക ദിക്റക, അങ്ങയുടെ കീർത്തിയും അങ്ങയുടേതായ ആ പേരും നാം ഉയർത്തി തന്നില്ലയോ എന്ന്. ലോകം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏത് ലോകത്ത് എവിടെ മുസ്ലിമീങ്ങൾ ജീവിച്ചിരിക്കുന്ന ഇടങ്ങളുണ്ടോ അവിടെ നിന്നെല്ലാം 5 നേരം ബാങ്ക് വിളിക്കുമ്പോൾ, അതുപോലെ തന്നെ ഇഖാമത്തിലൂടെ, നമസ്കാരങ്ങളിലൂടെ, അവരുടേതായ മറ്റു ദിക്റുകളിലൂടെ, ദുആകളിലൂടെ അല്ലാഹുവിൻ്റെ ഏകത്വത്തിൻ്റെ സാക്ഷിത്വം നമ്മൾ പ്രഖ്യാപിക്കുന്ന അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നുള്ള പ്രത്യേകമായ പ്രഖ്യാപനമാണ്. വദമ്മല്ലിലാഹു, റഹ്മാനായ റബ്ബ് ചേർത്തി പറഞ്ഞില്ലേ, ഇസ്മൻ നബിയി മഅസ്മിഹി, തൻ്റെ പേരിനോടൊപ്പം ചേർത്തി പറഞ്ഞു, കൂട്ടിപ്പറഞ്ഞു. ഇദാ ഖാല ഫിൽ ഖംസിൽ മുഅദ്ദിനു അഷ്ഹദു, ബാങ്ക് വിളിക്കുന്നവൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അത്രത്തോളം ബഹുമതിയും സ്ഥാനവും യശസ്സും പേരും പ്രശസ്തിയും താങ്കൾക്ക് നാം നൽകി, താങ്കളുടെ പേരിനെ നാം ഉയർത്തിയില്ലയോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. മനുഷ്യർക്ക് സ്ഥാനം നൽകുന്നത് ധനമല്ല, മറ്റേതെങ്കിലും ഭൗതികമായ സൗകര്യങ്ങളല്ല. അള്ളാഹു നൽകുന്ന ബഹുമതിയും അള്ളാഹു നൽകുന്ന സ്ഥാനവുമാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ ഉന്നതനാക്കുന്നത്. അത് നൽകുവാനും അള്ളാഹുവിനെ സാധിക്കുകയുള്ളൂ. അതാണ് നാം നിന്റെ പേര് ഉയർത്തി തന്നില്ലയോ എന്ന ചോദ്യത്തിലൂടെ അള്ളാഹു ചോദിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് എല്ലാവർക്കും പ്രതീക്ഷ നൽകുന്നൊരു പ്രഖ്യാപനമാണ്, ഞെരുക്കങ്ങളുടെ കൂടെയൊക്കെ എളുപ്പങ്ങൾ വരാനുണ്ട്. ഞെരുക്കങ്ങൾ വന്നോട്ടെ, അത് ജീവിതത്തിന്റെ ഭാഗമാണ്, തീർച്ചയാണ്. മഅൽ ഉസ്രി, ഞെരുക്കത്തിന്റെ കൂടെയുണ്ട് യുസ്റൻ, എളുപ്പമുണ്ട്. വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു, ഇന്ന മഅൽ ഉസ്രി
തീർച്ചയായും അറിഞ്ഞോളണം, ഞെരുക്കത്തിന്റെ കൂടെ യുസ്റൻ എളുപ്പമുണ്ട് എന്ന്. രണ്ടായത്തിൽ പറഞ്ഞ അൽ ഉസ്റും ഒരു ഞെരുക്കമാണ്. അതേ അവസരത്തിൽ രണ്ടായത്തിൽ പറഞ്ഞ യുസ്ർ രണ്ടെണ്ണമാണ്. ഓരോ ഞെരുക്കങ്ങളുടെയും കൂടെ ഒന്നിലധികം എളുപ്പങ്ങളാണ്, ആശ്വാസങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഫർ ചെയ്യുന്നത്. ഞെരുക്കങ്ങൾ കുറവാണ്, എളുപ്പങ്ങളാണ് അല്ലാഹു തആല കൂടുതൽ നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നബിയിൽ നിന്നുള്ള റിപ്പോർട്ടിൽ നമുക്ക് കാണാം, ലം യഗ്ലിബ ഉസ്റുൻ യുസ്റൈനി, ഒരു ഞെരുക്കം രണ്ട് ഞെരുക്കങ്ങളെ, രണ്ട് ആശ്വാസങ്ങളെ ഒരു ഞെരുക്കം ഒരിക്കലും അതിജയിക്കുകയില്ല എന്ന്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷയുടെ വാക്കുകളാണ് വിശുദ്ധ ഖുർആനിൽ തന്നിരിക്കുന്നത്. ജീവിതത്തിൻ്റെ നിരവധി അനവധി മേഖലകളിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ സാമ്പത്തിക ഞെരുക്കങ്ങൾ, അതുപോലെ തന്നെ മാനസികമായ പ്രയാസങ്ങൾ, രാജ്യം നേരിടുന്ന കലുഷിതമായ അന്തരീക്ഷങ്ങൾ, അതേപോലെയുള്ള ഒട്ടേറെ ധാരാളക്കണക്കിനുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ഇതൊക്കെ എന്നും ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നതൊന്നുമല്ല, ഒക്കെ മാറ്റങ്ങൾക്ക് വിധേയമാണ്. അതുകൊണ്ട് തന്നെ നിരാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല. പ്രയാസങ്ങൾക്ക് പിറകെ എളുപ്പങ്ങളും ആശ്വാസങ്ങളും അള്ളാഹു നൽകും എന്ന ഓഫറാണ് അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജീവിതഭാരങ്ങൾ വരുമ്പോൾ ഇതൊക്കെ എന്നും ഇങ്ങനെ തന്നെ എന്നല്ല നനച്ചിരിക്കേണ്ടത്. മറിച്ച് ഒരു കാലം വരും, അത് ആശ്വാസത്തിൻ്റെ കാലമായിരിക്കും. അതെനിക്ക് തരുന്നത് എൻ്റെ റബ്ബായിരിക്കും. എൻ്റെ റബ്ബിനെ ആശ്വാസങ്ങൾ തരാൻ, പ്രയാസങ്ങൾ നീക്കാൻ സാധിക്കുകയുള്ളൂ എന്ന തൗഹീദിൻ്റെ ഉറച്ച സ്വരവും കൂടി ആ വചനങ്ങളിലുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ വചനങ്ങളും 1000 ആശയങ്ങളാൽ നിറഞ്ഞു കിടക്കുന്നതാണ്. പഠിക്കണം, പകർത്തണം, മനസ്സിലാക്കണം, അന്വേഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വ ലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ ഹദിയഹു. അമ്മാ ബഅദ് ഫഉസീകും ഇബാദല്ലാഹ് വനഫ്സി ബിതഖ്വല്ലാഹ്. റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, തുടർന്നുകൊണ്ട് അല്ലാഹു പറയുന്നത്, ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. രണ്ട് കാര്യങ്ങളാണ്. ഫഇദാ ഫറഗ്ത, നീ ഒരു കാര്യത്തിൽ നിന്ന് ഒഴിവായാൽ, ഫൻസബ്, മറ്റൊരു കാര്യത്തിൽ നീ കൂടുതൽ അധ്വാനിക്കണം. ഒന്നിൽ നിന്ന് വിരമിച്ചാൽ മറ്റൊന്നിലേക്ക് ഏറ്റവും ത്യാഗത്തോടെ, പരിശ്രമങ്ങളോടെ നീ പ്രവേശിച്ച് അതിൽ ഏർപ്പെടണം. നോക്കണം നിങ്ങൾ, വിശുദ്ധ ഖുർആനിൻ്റെ ആ പ്രഖ്യാപനം എന്താണ്? വിശ്വാസി ഒരിക്കലും ഒരു ഭാഗത്ത് ചടഞ്ഞുകൂടിയിരിക്കേണ്ടവനല്ല. അലസത വിശ്വാസിയുടെ മുഖമുദ്രയല്ല, അത് മുനാഫിഖിൻ്റെതാണെന്നാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും നമ്മൾ മനസ്സിലാക്കുക, ഒരു മാസക്കാലത്തെ കഠിനാധ്വാനമായിരുന്നു. അധ്വാനിച്ചവരൊക്കെ അധ്വാനിച്ചത് അവർക്ക് കിട്ടി, അല്ലാത്തവർക്ക് പോയി. ആരൊക്കെ അധ്വാനിച്ചു, ആർക്കൊക്കെ ലഭിച്ചു, റബ്ബിൻ്റെ കോടതിയിൽ അതിൻ്റെ രേഖകളുണ്ട്. അള്ളാഹു നമ്മളിൽ നിന്നെല്ലാം പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒന്നിൽ നിന്ന് വിരമിച്ചാൽ മറ്റൊന്നിലേക്ക്, ഒന്ന് കഴിഞ്ഞില്ലേ, കഴിഞ്ഞു. ആരാധനകളുടെ സീസൺ കഴിഞ്ഞു, പള്ളിയിലെ ജമാഅത്തിന് പോകേണ്ട സീസൺ കഴിഞ്ഞു, ദിക്റുകളുടെ സീസൺ കഴിഞ്ഞു. അതേപോലെ തന്നെ ഖുർആൻ ഓത്ത്, ഖുർആൻ പഠനം, അതൊക്കെ അവസാനിച്ചു. ഇനി മടക്കി വെക്കാം. ഇനി നമുക്ക് നമ്മുടേതായ മറ്റൊരു ജീവിതത്തിലേക്ക് നീങ്ങാം. അതല്ല വിശ്വാസി, അത് കപടനാണ്, അത് മുനാഫിഖാണ്, അത് തോന്നിയവാസിയുടെ ലക്ഷണമാണ്. മറിച്ച് ഒരു കാര്യത്തിൽ നിന്ന് ഫൈദാ ഫറഗ്ത, നീ ഒന്നിൽ നിന്ന് ഒഴിവായാൽ ഫൻസബ്, മറ്റൊരു നന്മയിലേക്ക്. ഒരു ഫർളിൽ നിന്ന് ഒഴിവായാൽ ഒരു സുന്നത്തിലേക്ക്, അതിൽ നിന്ന് ഒഴിവായാൽ മറ്റൊരു ഫർളിലേക്ക്, സദഖയിൽ നിന്ന് മാറി നിന്നാൽ മറ്റൊരു സൽക്കർമ്മത്തിലേക്ക്. ഓരോ കാര്യങ്ങളും സുന്നത്തുകളിലൂടെ, ദിക്റുകളിലൂടെ, ദുആകളിലൂടെ എപ്പോഴും വിശ്വാസി എന്താണ്? അവൻ വളരെയേറെ ഊർജ്ജസ്വലനായിരിക്കണം. നിരന്തരം പ്രവൃത്തിയാണ് വിശ്വാസിക്ക്. വിശ്വാസിക്ക് വിശ്രമം എന്ന വാക്കില്ല. വിശ്വാസിയുടെ വിശ്രമം അവൻ്റെ ഖബറിൽ മാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുവരെയും നമുക്ക് അധ്വാനിക്കാനുള്ളതാണ്. വഅബ്ദു റബ്ബക്, നിന്റെ റബ്ബിനെ നീ ആരാധിച്ചുകൊണ്ടേയിരിക്കണം. ഹത്താ യഅതിയകൽ യഖീൻ, മരണം നിന്നെ പിടികൂടുന്നത് വരെ. അതുകൊണ്ട് ഇനി ഒന്ന് റിലാക്സ് ആവട്ടെ, ഇനി ഒന്ന് കൺട്രോളൊക്കെ ഒന്ന് മാറട്ടെ. എന്താപ്പത്, എന്നും ഇങ്ങനെ ഒരു ആരാധനയാ എന്നുള്ള ചിന്ത വേണ്ട. ഒന്നിൽ നിന്ന് വിരമിച്ചു, മറ്റൊന്നിലേക്ക് നീങ്ങിക്കോളൂ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കുക, ഫർള് നോമ്പുകൾ കഴിഞ്ഞു, നേരെ തുടർച്ചയായി നമുക്ക് വരാവുന്നതാണ്
നമുക്ക് അനുഷ്ഠിക്കാനുള്ള ഒരു സുന്നത്താണ്. ഉദാഹരണം ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. മൻ സാമ റമദാന സുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാലിൻ കാന കസിയാമി ദഹർ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. ആരെങ്കിലും പരിശുദ്ധ റമദാൻ മാസം നോമ്പനുഷ്ഠിക്കുകയും സുമ്മ അത്ബഅഹു പിന്നീട് അതിനെ തുടർത്തിക്കൊണ്ട് സിത്തൻ മിൻ ശവ്വാലിൻ ശവ്വാലിൽ നിന്ന് 6 ദിനങ്ങളും കൂടി അവൻ നോമ്പെടുത്താൽ കാന കസിയാമി ദഹരി കാലം മുഴുവൻ നോമ്പെടുത്ത പ്രതിഫലമാണ് അവനുള്ളത്. കാലം മുഴുവൻ നോമ്പെടുത്തവനെ പോലെയാണവൻ എന്നാണ് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. 30 നോമ്പ് ഈ തവണ നമ്മൾ പൂർത്തിയാക്കി. ഒരു നന്മയ്ക്ക് 10 പ്രതിഫലം ചുരുങ്ങിയത് അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെയും അപ്പുറം എത്രയാണെന്ന് റബ്ബിനെ അവൻ്റെ കണക്കറിയുകയുള്ളൂ. മിനിമം ഒരു ഹസനത്തിന് 10 കൂലിയുണ്ട്. 30 നോമ്പിനവിടെ 300 ദിവസത്തെ നോമ്പിൻ്റെ കൂലിയായി. അതിൻ്റെ കൂടെ 6 നോമ്പും കൂടെ ചേർക്കുമ്പോൾ ഒരു 60 മിനിമമായി 360. ഒരു കൊല്ലം നോമ്പെടുത്തതിൻ്റെ പ്രതിഫലമാണ് 6 നോമ്പും കൂടെ നമുക്ക് നിർവഹിച്ചാൽ നമുക്ക് ലഭിക്കുവാനുള്ളത്. നാളെ മുതൽക്ക് തന്നെ തുടർച്ചയായി 6 ദിവസം ഈ മാസത്തിൽ നോമ്പെടുക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ഉത്തമം. എന്നാൽ അതൊരു നിർബന്ധമായ കാര്യമല്ല, ശ്രേഷ്ഠകരമായ രൂപമാണത് എന്ന് മാത്രമേ ഉള്ളൂ. ഈ ശവ്വാൽ മാസം അവസാനിക്കുന്നതിൻ്റെ മുമ്പായി ഇതിൻ്റെ തുടക്കത്തിലോ മധ്യത്തിലോ അവസാനത്തിലോ ഒന്നിടവിട്ടോ തുടർച്ചയായോ സൗകര്യത്തിനനുസരിച്ചോ ഒക്കെ ഏതെങ്കിലും 6 ദിവസങ്ങൾ നോമ്പനുഷ്ഠിച്ചാലും ഈ പ്രതിഫലം നമുക്ക് കരസ്ഥമാകും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് തന്നെ ഈ 6 നോമ്പിൻ്റെ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. കാരണങ്ങൾ ചിലപ്പോൾ രോഗികളുണ്ടാകും, യാത്രക്കാരുണ്ടാകും, അവർക്കൊക്കെ നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് നോറ്റുവിട്ടിയിട്ട് ഈ മാസത്തിൽ തന്നെ അവർ അപ്പോഴാണല്ലോ പരിശുദ്ധ റമദാൻ പൂർത്തിയാക്കി എന്ന ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് അവൻ എത്തിച്ചേരുക. അതിൻ്റെ ശേഷം ഈ രൂപത്തിലുള്ള നോമ്പുകളും കൂടി അനുഷ്ഠിച്ചാൽ അതായിരിക്കും കൂടുതൽ അഭികാമ്യം എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും വിശ്വാസിക്ക് ഏത് കാലത്തും നോമ്പുകളുണ്ട്. അതാ ഒന്നില്ലെന്ന് വിരമിച്ചാൽ കഴിഞ്ഞു, ഇനിയെല്ലാം അവസാനിച്ചു, ഇനി അടുത്ത റമദാനിന് കാണാം എന്നുള്ളതല്ല. ഫൈദാ ഫറഗ്ത, ഒന്നില്ലെന്ന് വിരമിച്ചാൽ ഫൻസബ്, നീ മറ്റൊന്നിലേക്ക് നീ കഠിനാധ്വാനം ചെയ്യുക. ഫർദ് നമസ്കാരങ്ങൾ കഴിഞ്ഞു, സുന്നത്തുകളുണ്ട്, സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്. രാത്രി നമസ്കാരങ്ങളോട് ഗുഡ് ബൈ പറഞ്ഞ് പിരിയരുത്, അതൊക്കെ നിലനിർത്തണം. ദുഹാ നിസ്കരിച്ചിരുന്നില്ലേ, നിലനിർത്തണം. അതേപോലെയുള്ള എന്തൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ജമാഅത്തിന് മുൻനിരയിലെത്തിയിരുന്നില്ലേ, നിലനിർത്തിക്കോളണം. മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ ഉണ്ടായിരുന്നില്ലേ, നിലനിർത്തിക്കോളണം. കഴിഞ്ഞില്ലേ, റമദാനിൽ നിന്ന് ഞാൻ ഒഴിവായില്ലേ എന്ന ചിന്ത വേണ്ട. ഫൈദാ ഫറഗ്ത ഫൻസബ്, ഒന്നില്ലെന്ന് വിരമിച്ചാൽ മറ്റു പ്രവർത്തനങ്ങളിലേക്ക് നീ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അവസാനം പറഞ്ഞത് എന്താണ്? ഇലാ റബ്ബിക ഫർഗബ്, എല്ലാത്തിലും നീ രക്ഷിതാവായ അള്ളാഹുവിലേക്ക് മാത്രം നീ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യണം. ഏത് കാര്യവും വിജയിപ്പിക്കേണ്ടത് ആഖിറത്തിന് വേണ്ടിയുള്ള നമ്മുടെ അധ്വാനങ്ങളാവട്ടെ, ദുന്യാവിൻ്റെ നമ്മുടെ ജോലികളാവട്ടെ, നമ്മുടെ ഏത് വിധത്തിലുള്ള പ്രവർത്തനങ്ങളാവട്ടെ, എന്തും വിജയിപ്പിച്ചു തരാൻ അപേക്ഷ കൊടുക്കാവുന്ന ഏക കോടതി, ഏക കേന്ദ്രം റഹ്മാനായ റബ്ബ് മാത്രമാണ്. അവനോടേ പ്രാർത്ഥിക്കാവൂ, അവനോടേ പ്രതീക്ഷ വെക്കാവൂ, അവന് മാത്രമേ നിന്നെ സഹായിക്കാനാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മറ്റാർക്കും നിന്നെ സഹായിക്കാനാവില്ല. ആത്യന്തികമായ സഹായം നിനക്ക് തരേണ്ടത് അവൻ മാത്രമാണെന്ന് തൗഹീദിന്റെ പ്രഖ്യാപനം. വൈലാ റബ്ബിക, നിന്റെ യജമാനനായ റബ്ബിലേക്ക് മാത്രം ഫർഗബ്, നീ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും നീ അർപ്പിക്കുക. അവനിലേക്ക് മാത്രം, അവനിൽ നിന്ന് മാത്രം നീ സഹായം പ്രതീക്ഷിക്കുക എന്നുള്ള ഏറ്റവും കൃത്യമായ പ്രഖ്യാപനം. ഇതൊക്കെ അടങ്ങുന്ന സൂറത്തു ശർഹ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ അധ്യായമുണ്ടല്ലോ. എത്ര കാലമായി നമ്മൾ അലം ശർഹിലൊക്കെ സദറൊക്കെ ഓതുന്നു. എന്തേ നമ്മൾ മനസ്സിലാക്കിയത്? ഇതേപോലെ 100 കണക്കിന് അധ്യായങ്ങളെ നമുക്ക് പഠിക്കാനില്ലേ, മനസ്സിലാക്കാനില്ലേ? നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കുക. വിശുദ്ധമായ ഖുർആൻ 114 അധ്യായങ്ങൾ, 114 അധ്യായങ്ങളുടെ ആശയങ്ങളിൽ എത്ര കാര്യങ്ങളിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ളൊരു ഏകദേശ ധാരണയെങ്കിലുമുണ്ട്. ചിന്തിക്കണം. റമദാൻ കഴിഞ്ഞ് ശവ്വാൽ 1 നിൽക്കുന്ന നമ്മൾ ഖുർആനിനെ അവഗണിക്കരുതേ. ആ അവഗണന നമ്മെ നരകത്തിലേക്ക് എത്തിക്കുകയുള്ളൂ. പഠിക്കുവാനും പകർത്തുവാനുമുള്ള സംവിധാനങ്ങൾ എമ്പാടുമുണ്ട്. നിങ്ങൾ തയ്യാറുണ്ടോ എന്നുള്ളത് മാത്രമാണ് റബ്ബിൻ്റെ ചോദ്യം. വലഖദ് യസ്സർനൽ ഖുർആൻ, തീർച്ചയായും ഈ ഖുർആനിനെ നാം എളുപ്പമാക്കിയിട്ടുണ്ട്. ലിദ്ദിക്രി, ചിന്തിക്കാനും പഠിക്കാനും ആലോചിക്കാനുമൊക്കെ. ഫഹൽ മിൻ മുദ്ദക്കിർ,
നിങ്ങളുടെ കൂട്ടത്തിൽ ആലോചിക്കാനും ചിന്തിക്കാനും തയ്യാറുള്ളവരുണ്ടോ? ആ ചോദ്യത്തിന് മറുപടി പറയേണ്ട ബാധ്യത പ്രവൃത്തിയിലൂടെ എൻ്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്. ഒളിച്ചോടാൻ ശ്രമിക്കരുത്. മറ്റു കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഖുർആനിൻ്റെ പഠനത്തിൽ നിന്ന് മാറി നിൽക്കരുത്. ഇതെൻ്റെ താക്കീതല്ല, റഹ്മാനായ റബ്ബിൻ്റെ താക്കീതാണ്. ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കുക. എല്ലാ പ്രതീക്ഷകളും റബ്ബിലേക്ക് അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഏത് പ്രതിസന്ധികളിലും അവൻ തുണയുണ്ടാകും. ദുന്യാവിലും തുണയുണ്ടാകും, ഖബറിലും തുണയുണ്ടാകും, മഹ്ശറിലും തുണയുണ്ടാകും. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളെ മുഴുവനും അവൻ സ്വീകരിക്കുമാറാകട്ടെ. പോരായ്മകൾ അവൻ പരിഹരിച്ചു തരുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ആശ്വാസം നൽകുമാറാകട്ടെ. മാരക രോഗങ്ങളിൽ നിന്ന് നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും ലോകത്ത് മുഴുവൻ സമാധാനം റഹ്മാനായ റബ്ബ് നിലനിർത്തി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അജിർനാ വഅജിർ വാലിദീനാ മിനൻ നാർ. അല്ലാഹുമ്മ ഇഹ്ഫള് ദൗലത്തുൽ ഇമാറാത്ത്. اللهم احفظ دولة الإمارات من الفتن يا أرحم الراحمين. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع